ഹലോ നമസ്കാരം. നമ്മുടെ മഴതോരും മുംബൈയുടെ നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ വൈജയന്തി മുത്തശ്ശിയെ കൊല്ലപ്പള്ളി വീട്ടിൽ കൊണ്ടുപോയിടാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. മുത്തശ്ശിയുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് മുത്തശ്ശിക്ക് ആകെ അങ്കലാപ്പാണ്. നീ ഇത് എന്തിനുള്ള പുറപ്പാടാന്ന് ചോദിക്കുമ്പോൾ സാധാരണ അമ്മമാരും അച്ഛനും അമ്മയും ഒക്കെ ആൺമക്കളുടെ കൂടെയാണ് താമസം. അമ്മ ഇവിടെ താമസിച്ച് സുഖിച്ചു പോയി. അതുകൊണ്ട് ഇനി അത്ര സുഖം മതി അമ്മയ്ക്ക്. അമ്മയെ ഞാൻ കൊല്ലപ്പള്ളിയിൽ തിരിച്ചു കൊണ്ടാക്കുകയാണ് എന്ന് പറയാണ് വൈജ. മുത്തശ്ശി പറയുന്നുണ്ട്, അതിലും ഭേദം നിനക്ക് എന്നെ കൊന്നു കളഞ്ഞൂടായിരുന്നോ? നീ എന്നെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടാക്കൊന്നും വേണ്ട, ഹോസ്പിറ്റലിൽ നിന്ന് റോട്ടിലോട്ട് ഇറക്കി വിട്ടാൽ മതി, ഞാൻ എങ്ങനെയെങ്കിലും തെണ്ടി ജീവിച്ചോളാം എന്ന് പറയാണ് മുത്തശ്ശി. അതിനുശേഷം അലീനയോട് തൻ്റെ ബാഗുകളൊക്കെ പാക്ക് ചെയ്ത് മുത്തശ്ശിയുടെ കൂടെ കൊല്ലപ്പള്ളിയിലേക്ക് പോകാൻ പറയുമ്പോൾ അലീന അതിന് വിസമ്മതിക്കുകയാണ്. മാഡം പറയുന്നത് കേൾക്കാൻ ഞാനിപ്പോൾ മാഡത്തിൻ്റെ സ്റ്റാഫല്ല, ഇവിടുത്തെ അച്ഛൻ്റെ മകളാണ് എന്ന് പറയട്ടോ. ബാലചന്ദ്രൻ നിന്നെ ഒരു മകളുടെ സ്ഥാനത്ത് നൽകി ഒരു ദത്തുപുത്രിയായിട്ട് നിന്റെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു എന്ന് വിചാരിച്ചിട്ട് നീ ഇവിടുത്തെ ബാലചന്ദ്രൻ്റെ മകളാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയാണ്, ആകുമോ എന്നല്ല, ആയിക്കഴിഞ്ഞു, എൻ്റെ അച്ഛനാണ് ബാലചന്ദ്രൻ സാറ് എന്ന് പറയണം. മാഡം എൻ്റെ അമ്മയും എന്ന് പറയുമ്പോൾ നല്ലൊരു ആട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. നീ എൻ്റെ മകളാണെന്നോ, നിനക്ക് നാണമില്ലടി ഇങ്ങനെയൊക്കെ പറയാൻ എന്ന് പറയുമ്പോൾ അതാണ് സത്യം എന്ന് പറയാണ് അലീന. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മാഡത്തിന് വേണമെങ്കിൽ മാഡത്തിൻ്റെ അമ്മയെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, അതിന് മാഡത്തിനുള്ള അധികാരവും അവകാശവും ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ഇനി മുതൽ അച്ഛനാണ്, അല്ലാതെ മാഡം അല്ല എന്ന് പറയട്ടോ. ഇങ്ങനെ ഈ അച്ഛൻ അച്ഛൻ എന്നുള്ള വാക്ക് കേൾക്കും തോറും വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം ഇങ്ങനെ കൂടി വരിക കേട്ടോ. ആരാടി നിൻ്റെ അച്ഛൻ, എവിടുന്നോ കയറി വന്ന നിനക്ക് അച്ഛനോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരാണ് അച്ഛൻ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ബാലചന്ദ്രൻ സാറാണ് എൻ്റെ അച്ഛൻ, എൻ്റെ സ്വന്തം അച്ഛനായിട്ട് ഞാൻ കാണുന്നു. അദ്ദേഹം എന്നെ മകളായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. ഇനി മാഡം മാത്രം എന്നെ മകളായിട്ട് അംഗീകരിച്ചാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ തെരുവ് തെണ്ടി വീട്ടിൽ കയറി വന്നതും പോരാ വീട്ടുകാരി ആവാൻ നോക്കുന്നോടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് വൈജയന്തി. ആ സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ ഇവരുടെ സംസാരം കേട്ടിട്ട് ആകെ ഇങ്ങനെ അങ്കലാപ്പിലോട് അങ്ങനെ നിൽക്കട്ടെ, ആകെ അമ്പരന്നിങ്ങനെ നിൽക്കുകയാണ്. അലീന പറയുന്നുണ്ട്, എന്താണെങ്കിലും എനിക്ക് കിട്ടിയ സ്ഥാനമാനങ്ങളും സൗഭാഗ്യങ്ങളും ഒന്നും നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടുത്തെ അച്ഛൻ്റെ മകളായിട്ട് ഇവിടെ തന്നെ താമസിക്കാനാണ് എൻ്റെ തീരുമാനം. മാഡത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ പറയാണ് അലീന. ഇതെല്ലാം കൂടി കേട്ടിട്ട് നിന്നെ ഞാൻ അധികം ഇവിടെ വാഴിക്കത്തില്ലടി, അച്ഛനും മകളുമായിട്ട് ഇവിടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അച്ഛനാണ് മകളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും സംശയമൊന്നും തോന്നത്തില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ മാഡം സൂക്ഷിച്ച് സംസാരിക്കണം. ഓരോ വാക്കുകൾ പറയുമ്പോഴും അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷേ അതുപോലെ മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടുമല്ല. പക്ഷേ എൻ്റെ സംസ്കാരം എന്നെ കൊണ്ട് അത് പറയിപ്പിക്കുന്നില്ല. അതുകൊണ്ട് മാഡത്തിൻ്റെ വാക്കുകൾ സൂക്ഷിച്ചാൽ പിന്നീട് മാഡത്തിന് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് പറയാണ് അലീന. പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞത് ഓർത്തിട്ട് എനിക്ക് ദുഃഖിക്കാനൊരു അവസരം വരെ ഒരിക്കലും ഉണ്ടാവത്തില്ല എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും കണ്ടറിയാം എന്ന് പറയുന്നുണ്ട്. അമ്മ വന്നേ, ഇവളോടൊന്ന് സംസാരിച്ച് നിന്നിട്ട് കാര്യമില്ല. ഇനി ഇവളെ എങ്ങനെ ഇവിടുന്ന് പുറത്താക്കണം എന്നുള്ളത് എനിക്കറിയാം. ഇവിടെ എന്തോ ഉദ്ദേശിച്ച് കയറി പറ്റിയേക്കാണ് ഇവളെ എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശിയോട് വൈജേട്ടോ. എന്നിട്ട് അമ്മ വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ സാധനങ്ങളൊക്കെ എടുത്ത് ബാഗ് എടുത്തുകൊണ്ട് പോയി കാറിൽ കൊണ്ടുപോയി വെക്കടി എന്ന് പറയാണ് അലീനയോട്. അങ്ങനെ അലീന അതൊക്കെ കാറിൽ കൊണ്ടുപോയി വെച്ചിട്ട് വരുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ അലീനയെ നോക്കുന്നുണ്ട്. അലീനയും ആകെ സങ്കടത്തോട് കൂടിയിട്ട് നോക്കുകയാണ്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അലീന ബാഗൊക്കെ കൊണ്ടുപോയ സമയത്ത് വൈജയന്തി മുത്തശ്ശിയോട് പറയുന്നുണ്ടായിരുന്നു, അമ്മ അവളോടൊന്ന് പറ, അമ്മയുടെ കൂടെ അങ്ങോട്ടേക്ക് വരാൻ അവളോടൊന്ന് പറ, അപ്പം അവൾ ഇവിടെ നിന്ന് പോയിക്കോളുമല്ലോ, പിന്നെ അവിടെ നിന്ന് കമലേട്ടത്തി അവളെ സൂത്രത്തിൽ എങ്ങനെയെങ്കിലും ഒഴിവാക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി മുത്തശ്ശിയെ ചട്ടം കെട്ടുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ വിളിച്ചു നോക്കാം, ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ അവൾ എൻ്റെ കൂടെ വന്നേക്കും എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നൊന്ന് ഒഴിഞ്ഞു പോകട്ടെ, അമ്മ ഒന്ന് വിളിക്കുക അവളെ എന്ന് പറയാണ് വൈജയന്തി. അങ്ങനെ അലീന തിരിച്ചു വരുന്ന സമയത്ത് മുത്തശ്ശി അലീനയോട് പറയുന്നുണ്ട്, ഇത്രയും നാളും നീ എന്നെ നോക്കി എന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചതൊക്കെ വെറുതെ ആയല്ലോ മോളെ. ഇനി ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ കമലയുടെ ആട്ടും തുപ്പും സഹിച്ച് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് ഞാൻ അവിടെ കിടക്കേണ്ടി വരും. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. നിനക്ക് എൻ്റെ കൂടെ വന്നൂടെ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി അലീനയോട്. അപ്പോൾ മുത്തശ്ശിയുടെ ആ ഒരു ഇരട്ടത്താപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അലീനയുടെ കൂടെ നിൽക്കുന്നത് പോലെയും കാണിക്കും, വൈജയുടെ ഭാഗത്തേക്ക് ചായം ചെയ്യും. അങ്ങനത്തെ ഒരു ക്യാരക്ടറായി മാറിയിട്ടുണ്ട്. അത് കുറ്റം പറയാനും പറ്റത്തില്ല. തൻ്റെ മകളുടെ ജീവിതം നശിച്ചു പോകുന്നു എന്ന് കാണുമ്പോൾ ഏതൊരമ്മയും അങ്ങനെ ചിന്തിച്ചു പോകുന്നതാണ്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, എനിക്ക് മുത്തശ്ശിയുടെ കൂടെ വരണമെന്നും മുത്തശ്ശിയെ നോക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാണ്, അച്ഛൻ ഒരിക്കലും അതിന് സമ്മതിക്കത്തില്ല എന്ന് പറയാണ്.
അലീന. ഓ ദേ പിന്നെയും അവളുടെ ഒരു അച്ഛൻ വന്നേക്കുന്നു എന്ന് പറയുമ്പോൾ മാഡം ഇനി എന്തൊക്കെ പറഞ്ഞാലും സാർ എനിക്ക് അച്ഛനാണ്, ഞാൻ ഇനി അങ്ങനെ തന്നെ വിളിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ വന്ന് ഇവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഇവളുടെ മനസ്സിലിരിപ്പ് വേറെയാണെന്ന്. അല്ലെങ്കിൽ അമ്മയോട് ഭയങ്കര സ്നേഹമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇപ്പം അങ്ങോട്ട് പോയി കഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് പോലും അവൾ അമ്മയുടെ കൂടെ വരുന്നുണ്ടോ എന്ന് നോക്കിയേ ഇല്ലല്ലോ. അതുകൊണ്ട് ഇവളുടെ മനസ്സിലിരിപ്പ് വേറെയാണ്, അതെന്താണെങ്കിലും ഞാൻ നടത്തി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ വളരെ വിഷമത്തോട് കൂടിയിട്ട് അലീനയെ നോക്കുമ്പോൾ അലീനയെ വിഷമത്തോടെ നോക്കണം. എന്നിട്ട് പറയുന്നുണ്ട് അലീന, എന്നോട് മുത്തശ്ശിക്ക് ദേഷ്യമൊന്നും തോന്നരുത് മുത്തശ്ശി, എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണത്. എനിക്ക് മുത്തശ്ശിയുടെ കൂടെ വരണമെന്നും മുത്തശ്ശിയെ നോക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് നിവൃത്തിയില്ല മുത്തശ്ശി, എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി, ഇപ്പോൾ അത് പറഞ്ഞാലൊന്നും മനസ്സിലാവത്തില്ല എന്ന് പറയണം. അങ്ങനെ അമ്മ വന്നേ എന്ന് പറഞ്ഞിട്ട് വൈജയന്തി മുത്തശ്ശിയുടെ കൈ പിടിച്ചുകൊണ്ട് നടത്താൻ ശ്രമിക്കുമ്പോൾ നീ വീട് വൈജി, എനിക്ക് നിന്നെക്കൊണ്ട് ഒറ്റക്ക് പറ്റത്തില്ല, അലീനയും കൂടി പിടിക്കട്ടെ, നീ ഒരു തവണ കൂടി എന്നെ വീഴ്ത്തിയത് ഓർമ്മയുണ്ടോ എന്നൊക്കെ പറയാണ് വൈജിയോട് മുത്തശ്ശി. അങ്ങനെ അലീനയും കൂടി പിടിച്ചിട്ടാണ് മുത്തശ്ശിയെ റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ കൃഷ്ണയും പബിതയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ അത് കണ്ടിട്ട് ആകെ അതിശയിച്ച് നിൽക്കണം. അപ്പോൾ കൃഷ്ണ വന്നിട്ട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എനിക്കറിയില്ല മോളെ, ഹോസ്പിറ്റലിലേക്കാണെന്നും പറഞ്ഞ് എന്നെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുവിടാനാണ് പോകുന്നത് എന്ന് പറയാണ് മുത്തശ്ശി കൃഷ്ണയോട്. അതെന്തിനാ മുത്തശ്ശിയെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുപോയി വിടുന്നത്, മുത്തശ്ശി ഇവിടെ അല്ലേ താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയുടെ വീടേ അതാണ്, അമ്മയുടെ വീട് അവിടെ കൊല്ലപ്പള്ളിയിലാണ്, അമ്മ ഇനി അവിടെ താമസിച്ചാൽ മതി എന്ന് പറയാണ് വൈജ. അങ്ങനെ അലീനയും വൈജയന്തിയും കൂടെ മുത്തശ്ശിയെ പിടിച്ചുകൊണ്ട് കാറിൽ കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശിക്ക് ആകെ സങ്കടമാണ് ഇങ്ങനെ പോകുന്നതിൽ. ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അലീന ഇങ്ങനെ മുത്തശ്ശിയോട് മുത്തശ്ശി എന്നോട് ദേഷ്യമൊന്നും തോന്നില്ലെന്ന് വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജയന്തിയോടും പറഞ്ഞു നോക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നോട്ടോ മാഡം, മുത്തശ്ശി അവിടെ കൊണ്ടുപോയി ആക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മയുടെ കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നത്, നീ അതിൽ ഇടപെടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് വൈജയന്തി കാറിലേക്ക് കയറുക കേട്ടോ. അങ്ങനെ കാറിലേക്ക് കയറിയിട്ട് മുത്തശ്ശിക്ക് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വൈജയന്തിയും കാറിലേക്ക് കയറി ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാനാണോ അതോ ശിക്ഷിക്കാനാണോ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുകയാണ്. അല്ല, കമലയുടെ അടുത്തേക്കല്ലേ നീ കൊണ്ടുപോകുന്നത്, അതൊരിക്കലും എൻ്റെ രക്ഷ മുൻനിർത്തിക്കൊണ്ടല്ല നീ എന്നെ കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയാം, അവളുടെ ഇടയിൽ കിടന്ന് ഞാൻ നരകിച്ച് ചാവട്ടെ എന്ന് ഓർത്തിട്ടല്ലേ നീ എന്നെ കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ അമ്മയും ഒന്ന് ഒതുങ്ങി ജീവിച്ചാൽ നല്ലതായിരിക്കും, പ്രായമൊക്കെ ഇത്രയായില്ലേ, അതുകൊണ്ട് അമ്മ ആൺമക്കളുടെ കൂടെ തന്നെയല്ലേ താമസിക്കേണ്ടത്, അതുകൊണ്ട് അമ്മ ഇനി കുറച്ച് നാൾ അവിടെ നിന്നാൽ മതി എന്ന് പറയാണ് വൈജയന്തി. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ ജീവിതം തീർന്നു, ഇതോട് കൂടിയിട്ട് തീർന്നു, ആ പെങ്കൊച്ച് വന്നതുകൊണ്ട് ഞാനൊന്ന് രക്ഷപ്പെട്ടു വരികയായിരുന്നു, ഇനി വീണ്ടും പഴയ ലൈഫിലേക്ക് തന്നെ പോവുകയാണെന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അമ്മയെ ഒന്ന് ക്ഷമിക്ക്, കുറച്ച് നാളത്തേക്ക് ഒന്ന് ക്ഷമിക്ക്, ഞാൻ അമ്മയെ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവന്നോളാം, ആ പിശാചിനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോട്ടെ, ഒന്ന് പറഞ്ഞു വിട്ടോട്ടെ, അതിനുശേഷം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ ഓ എന്നാൽ പിന്നെ എൻ്റെ തിരിച്ചുവരവ് ഉടനെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയണം മുത്തശ്ശി. അമ്മ ഒന്ന് വായടിച്ച് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് വൈജ കാറെടുത്തോണ്ട് പോവാട്ടോ. ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കൃഷ്ണയും പബിതയും അലീനയും ഒക്കെ. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണമോളും അലീനയും കൂടെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന കേട്ടോ. ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് മുത്തശ്ശിയും കൊണ്ട് അമ്മ പോയി എന്നുള്ള കാര്യം കൃഷ്ണ പറയുമ്പോൾ എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് എന്നോടുള്ള ദേഷ്യം വാശിയും തീർക്കാനായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയതാണ്, ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോയി അതിനുശേഷം കൊല്ലപ്പള്ളിയിലേക്കാണ് കൊണ്ടുപോകുന്നത്, മുത്തശ്ശിനി അവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രനും വല്ലാതാവുന്നുണ്ട്. ആ കമലേട്ടത്തിയുടെ അടുത്തേക്കല്ലേ കൊണ്ടുപോയേക്കുന്നത്, എന്നാൽ പിന്നെ അമ്മയുടെ അവസ്ഥ കണ്ടീഷൻ വളരെ മോശമാകും എന്ന് പറയാണ്. വേറൊന്നും പറഞ്ഞില്ലേ വൈജ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ അലീന പറയുന്നുണ്ട് എന്നോടും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൂടെ ചെല്ലാൻ പറഞ്ഞു, മുത്തശ്ശിയെ നോക്കാൻ വന്നതല്ലേ, ഇനി അവിടെ പോയി നോക്കിയാൽ മതി എന്ന് പറഞ്ഞു എന്ന് പറയട്ടോ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു, എന്നെ സ്റ്റാഫായിട്ടല്ല ഇപ്പോൾ ഇവിടെ നിയമിച്ചേക്കുന്നത്, ഇവിടുത്തെ അച്ഛൻ്റെ മകളാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുള്ളൂ, ആ സ്ഥാനമൊന്നും ഞാൻ കളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ബാലചന്ദ്രന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. ഈ സ്റ്റാൻഡാണ് എപ്പോഴും നിനക്ക് വേണ്ടത്, ഏത് സമയവും നീ എൻ്റെ കൂടെ ഇങ്ങനെ കട്ടൊക്കെ പിടിച്ച് നിൽക്കന്നെ വേണം എന്ന് പറയാണ് ബാലചന്ദ്രൻ. അങ്ങനെ അവർ അവിടുന്ന് പിരിയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൈതക്കൽ മാളിക വീടാണ്, അതായത് കൊല്ലപ്പള്ളിയിലെ വീടാണ്. മുത്തശ്ശിയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് എത്തുകയാണ് നമ്മുടെ വൈജയന്തി.
അപ്പോൾ മുത്തശ്ശിയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ കമലയുടെ ഉള്ള ജീവനും ഒക്കെ കണ്ട് പോയി ഭയങ്കര ദേഷ്യമൊക്കെ ഇരച്ച് കയറിയട്ടോ. പെട്ടിയും ബാഗൊക്കെ കണ്ടപ്പോൾ ഇതെന്താ വൈജയെ ഒരു അറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ടേക്ക് ഇത് എന്താ ബാഗൊക്കെ ആയിട്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്മയെ ഇവിടെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയണം. അമ്മയെ ഇവിടെ കൊണ്ടുവന്നാക്കാനോ എന്തിനു എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ വീടല്ലേ ഇത്, അമ്മയുടെ മകൻ്റെ വീട്, അമ്മയുടെ തറവാട് വീട്, അപ്പോൾ അമ്മ ഇവിടെ അല്ലേ താമസിക്കേണ്ടത്, കമലേട്ടത്തി എന്താ ഒന്നും അറിയാത്തത് പോലെ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ട് ഇങ്ങനെ അതിനെന്തിനാ അമ്മ ഇവിടെ കൊണ്ടുവന്നാക്കിയത്, അമ്മയ്ക്ക് നിൻ്റെ കൂടെ നിൽക്കാനായിരുന്നില്ല ഇഷ്ടം, എൻ്റെ കൂടെ നിൽക്കുന്നത് ഇഷ്ടമല്ലല്ലോ എന്ന് പറയുമ്പോൾ അത് കമലേട്ടത്തിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ലേ, അമ്മയെ മര്യാദക്ക് നോക്കാഞ്ഞിട്ടല്ലേ അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ലാത്തത് എന്ന് പറയണം. ഓ എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ നോക്കാനേ പറ്റത്തുള്ളൂ വൈജയ്, എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതുകൊണ്ട് കുറേ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റത്തില്ല. എന്നിട്ട് പിന്നെന്താ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാഞ്ഞത്, ഇവിടെ അമ്മയെ മാത്രം കൊണ്ടുവന്നിട്ട് ആര് നോക്കാനെന്ന് പറയുമ്പോൾ അവളെ വിളിച്ചതാണ്, പക്ഷെ അവൾ വരണ്ടേ, അവളെ ബാലചന്ദ്രൻ മകളായിട്ട് അംഗീകരിച്ച് വെച്ചേക്കല്ലേ, അതുകൊണ്ട് അവൾ ഇനി അവിടെ നിന്ന് പോവത്തില്ല എന്നാണ് പറയുന്നത് എന്ന് വൈജ പറയുമ്പോൾ കമലയ്ക്കും ദേഷ്യം ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കമലയോട് വൈജ പറയുന്നുണ്ട് ഒരുപാട് നാളൊന്നും ഇവിടെ നിർത്തേണ്ടി വരത്തില്ല കമലയെടുത്തി, കുറച്ച് കഴിഞ്ഞാൽ അമ്മയെ ഞാൻ തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട് അല്ലെങ്കിലും കുറേ നാളൊന്നും ഞാൻ ഇവിടെ കിടത്താൻ ഉദ്ദേശിക്കുന്നില്ല, ഒരുപാട് നാളൊന്നും ഇവിടെ കിടക്കാൻ പോകുന്നില്ല എന്ന് പറയാണ് കമല. അത് കേട്ടിട്ട് മുത്തശ്ശിയാകെ ഇങ്ങനെ വളരെ അമ്പരന്നും കൊണ്ട് കമലയെ ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ മുത്തശ്ശി അവിടെ കൊണ്ടാക്കിയിട്ട് വൈജയന്തി തിരിച്ചു പോരുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര വിഷമമാണ്, അപ്പോൾ കമലയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്, ഇനിയിപ്പം ഈ തള്ള ഇവിടെ ഉണ്ടാവുമല്ലോ, ഇനിയിപ്പോൾ ഞാൻ നോക്കണമല്ലോ എന്നൊക്കെ ഉള്ളൊരു ദേഷ്യമാണ് മുത്തശ്ശിയോട് കമലയ്ക്കുള്ളത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി കൊല്ലപ്പള്ളിയിൽ നിന്ന് തിരിച്ചു വരും കേട്ടോ. പിറ്റേ ദിവസമാണ് വൈജയന്തി തിരിച്ചു വരുന്നത് കേട്ടോ. അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് വരുന്ന ഉടനെ തന്നെ ബബിത ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ അലീനയുടെ. അലീന അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഏത് സമയം അച്ഛൻ്റെ അടുത്താണ്, അത് മാത്രമല്ല അലീന ഇപ്പോൾ ഞങ്ങളുടെ അച്ഛനെ അച്ഛ എന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അതായത് അലീന അച്ഛനോട് ഇങ്ങനെ അച്ഛ എന്ന് വിളിക്കുന്നത്, സംസാരിക്കുന്നത്, കൊഞ്ചിക്കൊഴിയുന്നതൊക്കെ ബബിത കാണുന്നുണ്ട്. ബബിതയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അച്ഛനെന്ന് വിളിക്കുന്നതിന് ബബിത അലീനയോട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. നീ എന്തിനാണ് ഞങ്ങളുടെ അച്ഛനെ അച്ഛ എന്ന് വിളിക്കുന്നത്, അത് ഞങ്ങളുടെ അച്ഛനാ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ മാത്രം അച്ഛനല്ല എൻ്റെ കൂടി അച്ഛനാണ്, നിങ്ങൾ കേട്ടില്ലേ അച്ഛനെ എന്നെ ദത്തെടുത്തു എന്ന് പറഞ്ഞത്, അച്ഛൻ്റെ മകളാണ് ഞാനെന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഞാനും അച്ഛൻ്റെ മകൾ തന്നെയാണ്, എനിക്കും അച്ഛാന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, അങ്ങനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയാണ് അലീന. അപ്പോൾ ഈ കാര്യമാണ് വൈജയന്തി വരുമ്പോൾ ബബിത പറഞ്ഞു കൊടുക്കുന്നത്. വൈജയന്തിക്കാണെങ്കിൽ ഇതൊക്കെ കൂടി കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. അതേ സമയത്താണ് അലീന മുകളിൽ നിന്ന് ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ചിരിച്ച് കളിച്ച് ഇറങ്ങി വരുന്നത് കേട്ടോ. അതായത് ബാലചന്ദ്രൻ്റെ അടുത്തായിരുന്നു അത്രയും നേരം, അയാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഓരോ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് അലീനയോട് വളരെ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് വൈജയന്തി, നീ എന്തിനാണ് ബാലചന്ദ്രനെ അച്ഛാന്ന് വിളിക്കുന്നത്, അത് നിൻ്റെ അച്ഛനാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എൻ്റെ അച്ഛനാണ് എന്ന് പറയട്ടോ. ഏത് വകയിലാണ് നിൻ്റെ അച്ഛനായത് ബാലചന്ദ്രൻ ആകെ 3 മക്കളേ ഉള്ളൂ, നീ വല്ലാണ്ട് മകള് കളിക്കാൻ നിൽക്കണ്ട ബാലചന്ദ്രൻ്റെ അടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ബബിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബബിതയും വൈജയന്തിയുടെ ഒപ്പം ചേർന്നിട്ട് അലീനയെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് അലീന പറയുന്നുണ്ട് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, സാറ് എൻ്റെ അച്ഛനാണ്, ഞാൻ ഇനി അച്ഛ എന്നേ വിളിക്കത്തുള്ളൂ, സാറെന്ന് വിളിക്കത്തില്ല, അച്ഛ എന്ന് മാത്രമേ വിളിക്കാൻ അനുവാദമുള്ളൂ എനിക്ക്, അതുകൊണ്ട് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ വിളി ഞാൻ മാറ്റാൻ പോകുന്നില്ല, ആ സ്ഥാനവും ഞാൻ മാറ്റാൻ പോകുന്നില്ല, അതുകൊണ്ട് എന്നോട് വെറുതെ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളമായിട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് പോവാട്ടോ. അത് കേട്ടതും വൈജയന്തി ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കണം. കാരണം അലീനയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കുറിക്ക് കൊള്ളുന്ന മറുപടികളൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ബബിത പറയുന്നുണ്ട് കേട്ടോ അമ്മ, അവളുടെ അഹങ്കാരം, നമ്മൾ പറഞ്ഞിട്ടും അവൾ അനുസരിക്കത്തില്ല എന്ന്, എൻ്റെ അച്ഛനെ അവൾ എന്തിനാണ് അച്ഛ എന്ന് വിളിക്കുന്നത്, അത് ഞങ്ങളുടെ അച്ഛനല്ലേ, അച്ഛന് ഞങ്ങൾ 3 മക്കളല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് നീ എന്നോടല്ലേ ചോദിക്കേണ്ടത്, മുകളിലുണ്ടല്ലോ നിങ്ങളുടെ അച്ഛനോട് പോയി ചോദിക്ക്, എന്നിട്ട് അതിനൊരു തീരുമാനമാക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് പേടി അച്ഛനോട് പോയി ചോദിക്കാൻ എന്ന് ബബിത പറയട്ടെ. ആ സമയത്ത് കൃഷ്ണ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തിനാ വെറുതെ വേണ്ടാത്ത പണിക്ക് പോണത്, അലീന ചേച്ചി നമ്മുടെ അച്ഛനെ അച്ഛ എന്ന് വിളിക്കുന്നതുകൊണ്ട് എന്താ ഇപ്പോൾ കുഴപ്പമുള്ളത്, അച്ഛ എന്ന് വിളിച്ചോട്ടെ, അലീന ചേച്ചിയെ നമ്മൾ ചേച്ചിയായിട്ട് കണ്ടാൽ പോരെ ബബിതേച്ചി എന്ന് പറയുമ്പോൾ കൃഷ്ണയെ നീ ഒരുപാട് നാളായിട്ട് അവരുടെ സൈഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേണ്ട അത് നല്ലതിനല്ല എന്ന് പറയട്ടോ വൈജ. നല്ലത് ഏതാണ് ചീത്തത് ഏതാണെന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നിയ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അലീന ചേച്ചി അച്ഛനെ അച്ഛ എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റും തന്നെ കാണുന്നില്ല, അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് വിളിക്കേണ്ടത്, അതാണ് ശരി, അതാണ് സത്യം എന്ന് പറയുമ്പോൾ എന്ത് സത്യം എന്ന് ചോദിക്കുകയാണ്. അമ്മയുടെ മക്കളായ ഞങ്ങളൊക്കെ അച്ഛനെ അച്ഛ എന്നല്ലേ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ അച്ഛൻ്റെ മക്കളായതുകൊണ്ടല്ലേ, അപ്പോൾ അമ്മയ്ക്ക് ഒരു മകളുണ്ടെങ്കിൽ ഈ അച്ഛൻ്റെ അല്ല, അമ്മയ്ക്ക് വേറൊരു മകളുണ്ടെങ്കിൽ
ആ മകളും അച്ഛനെ അച്ഛ എന്നല്ലേ വിളിക്കുക എന്ന് ചോദിക്കുമ്പോൾ ആകെ ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ. വൈജയന്തി, നീ എന്താടി പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അമ്മയുടെ മകളാണ് അലീന ചേച്ചി എങ്കിൽ ഞങ്ങളുടെ അച്ഛൻ്റെ മകളല്ല എന്നുണ്ടെങ്കിലും അച്ഛനെ എന്താ വിളിക്കുക, അച്ഛ എന്ന് തന്നെയല്ലേ, അങ്ങനെ കണ്ടാൽ പോരെ അമ്മയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ അധിക പ്രസംഗം പറയുന്നോടി എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണയെ ഒരുപാട് വഴക്ക് പറയട്ടെ. തല്ലാനൊക്കെ ആയിട്ട് കൈ ഓങ്ങുമ്പോൾ ദേ അമ്മ എന്നെ തല്ലാൻ വരണ്ട, ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണ പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് വൈജയന്തിക്ക് ആകെ ഷോക്കാവുക കേട്ടോ. ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയണത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്.